നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ പറയേണ്ട ഒരു സാക്ഷ്യമുണ്ട്. ഈ ഭൂമിയിൽ അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് യിരെമ്യാ 9 അതിൻ്റെ 23 24 വാക്യങ്ങൾ വായിക്കാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്ന അറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട്. ആമേൻ. അവിടെ എഴുതിയിരിക്കുന്നത് ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളതെന്ന് യഹോവയുടെ അരുളപ്പാട്. പാസ്റ്ററങ്ങൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു. പാസ്റ്ററങ്ങൾ പറയായിരുന്നല്ലേ, നമ്മുടെ ജീവിത യാത്രയ്ക്കകത്ത് നമ്മുടെ ഒരു രഥത്തെക്കുറിച്ചൊക്കെ പാസ്റ്ററങ്ങൾ പറഞ്ഞപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളിതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ വചനവുമായിട്ട് ഞാനൊന്ന് കോറിലേറ്റ് ചെയ്യുമായിരുന്നു. ദൈവം ആ രഥം നമ്മുടെ ജീവിതത്തിൽ വിടുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ പറയേണ്ട ഒരു സാക്ഷ്യമുണ്ട്. ഈ ഭൂമിയിൽ ഞാൻ എന്തു ചെയ്തു? വാട്ട് ഡിഡ് ഐ ഡു വിത്ത് മൈ ലൈഫ്? നമ്മൾ ഈ വായിച്ച വചനത്തിൻ്റെ അകത്ത് ഇങ്ങനെ പറയുന്നത്, യഹോവ അരുളി ചെയ്യുന്നു. എന്തോ അരുളി ചെയ്യുന്നത്? ധനവാൻ തൻ്റെ ധനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ജ്ഞാനികൾ അവൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. പിന്നെ എന്തിലാണ് ഞാൻ പ്രശംസിക്കേണ്ടത്? അല്ലെങ്കിൽ എന്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്? ഇന്ന് നമ്മൾ ഒരുമിച്ച് ഈ ദൈവവചനം ധ്യാനിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൻ്റെ അകത്ത് നമ്മൾ ശോധന ചെയ്യേണ്ടത്, നമ്മൾ ഈ ദൈവത്തെ അറിഞ്ഞത് എന്തിന് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. കാരണം പലപ്പോഴും നമ്മളെല്ലാവരും ആരാധനയ്ക്ക് വരുമ്പോൾ നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായ വിഷയങ്ങളുണ്ട്. കാരണം വ്യത്യസ്തമായ പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്നവരാണ് എല്ലാവരും. നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളും ആഗ്രഹിക്കുന്നത്, ഒരു പക്ഷേ നമ്മൾ അത്ര തുറന്ന് പറഞ്ഞില്ലെങ്കിലും നമ്മളും ആഗ്രഹിക്കുന്ന, ദൈവമേ എനിക്ക് ധനം വേണം, ബലം വേണം, ശക്തി വേണം, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്, ദൈവത്തിൻ്റെ അരുളപ്പാട് ഇതാണ്, നിങ്ങൾ എന്നെ അറിയുന്നതിൽ പ്രശംസിക്കണം. ഇന്ന് ഈ ദൈവവചനം ധ്യാനിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന ഇതായിരിക്കണം, അപ്പാ അങ്ങേ അറിയുവാൻ ഉള്ളൊരു കൃപ എനിക്ക് നൽകണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ പറയുവാൻ കഴിയുന്ന ഒന്നുണ്ട്. നമ്മളൊക്കെ ഇന്ന് ഈ ആരാധനയ്ക്ക് വരുമ്പോൾ നമ്മൾ ദൈവത്തെ അന്വേഷിക്കുകയല്ല, ദൈവമുണ്ട് എന്ന് നമുക്കറിയാം അല്ലേ? എനിക്കൊരു ദൈവമുണ്ടെന്നും ആ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന ആ ബോധ്യത്തോടാണ് ഞാനും നിങ്ങളും ഇന്നിവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവവചനം വായിക്കുമ്പോൾ ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ്, ആദിയിൽ ദൈവം. ദൈവം ആരാണെന്നല്ല പറഞ്ഞു തുടങ്ങിയത്. ഈ ദൈവവചനം എടുക്കുന്ന എല്ലാവർക്കും ഒരു കാര്യം അറിയാം, ഒരു ദൈവം ഉണ്ട്. ഹല്ലേലൂയ. ആ ദൈവം ഉണ്ടെന്ന് മാത്രമല്ല നമ്മൾ പറയുന്ന സാക്ഷി, ആ ദൈവം എനിക്ക് വേണ്ടി മരിച്ചു, എന്നെ വീണ്ടെടുത്തു, തന്നോട് ചേർത്ത് നിർത്തി, നമ്മളെ സ്നേഹിച്ചു എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സാക്ഷി. ഇന്ന് ഈ ബോധ്യത്തോടെ വേണം നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ. ദൈവത്തിൻ്റെ വചനം പിന്നെയും പറയുന്നത്, എന്തിനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്? അവിടെയാണ് ഈ വാക്യത്തിന് അർത്ഥം ഇരിക്കുന്നത്. ദൈവം എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത് തന്നോടൊപ്പം പാർത്ത് തന്നോടൊപ്പം നടന്ന് ദൈവത്തെ അറിയുക എന്നതാണ് ദൈവത്തിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഉള്ള ആഗ്രഹം. ഒരു പരിധിവരെ നമ്മൾ സഭയ്ക്കകത്ത് നോക്കിയാൽ അനേകർ സഭയ്ക്കകത്ത് വരുന്നുണ്ട്, ദൈവത്തെ അറിയുന്നുണ്ട്. പക്ഷേ അവർ പലപ്പോഴും ദൈവത്തെ അറിയുന്നുവെങ്കിലും ദൈവത്തെ അന്വേഷിക്കുന്നില്ല. എൻ്റെ ആവശ്യങ്ങൾക്ക് ദൈവത്തിൻ്റെ അരികിൽ വരുന്നതല്ല ദൈവത്തെ അറിയുക എന്നത്. ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ, ദൈവം എന്നെ ഏത് സാഹചര്യത്തിലാക്കിയാലും ദൈവമേ അത് അങ്ങയുടെ മഹത്വമാണെങ്കിൽ, അവിടെ ദൈവത്തെ എനിക്ക് വെളിപ്പെടുത്തി കാണുവാൻ കഴിയുന്നുവെങ്കിൽ ആ സാഹചര്യം, അപ്പോൾ അതെനിക്ക് നല്ലതെന്ന് പറയുവാൻ നമുക്ക് കഴിയണം. പക്ഷെ പലപ്പോഴും നമുക്കത് പറയുവാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് ഒരു കർത്തദാസൻ ഇങ്ങനെ പറയുന്നത്, ജെ പാക്കർ എന്ന് പറഞ്ഞൊരു ദൈവദാസൻ ഇങ്ങനെ പറയുന്നത്, നമ്മുടെ ജീവിത യാത്രയിൽ നമ്മുടെ ലക്ഷ്യം ദൈവത്തെ അറിയുന്നതായാൽ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ മാറിപ്പോകാൻ തുടങ്ങും. ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം ദൈവത്തെ അന്വേഷിക്കുന്നതിലും ദൈവത്തെ അറിയുന്നതും ആണെങ്കിൽ
നമ്മുടെ ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. അത് മാറിപ്പോകുന്നതിൻ്റെ കാരണം ആ പ്രശ്നം അവിടെ ഇല്ലെന്നുള്ളതല്ല, ആ പ്രശ്നത്തിനപ്പുറത്തായി എന്നെ കരുതുന്ന ഒരു നല്ല ദൈവമുണ്ടെന്നും ആ ദൈവം എന്നെ ചിലതിൽ കൂടെ കടത്തി വിടുന്നുണ്ടെങ്കിൽ അവിടെ എൻ്റെ ദൈവത്തെ ഞാൻ രുചിക്കുമെന്നും അങ്ങനെ ഞാൻ രുചിക്കുമെങ്കിൽ എൻ്റെ പ്രശ്നത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനെന്നുള്ള ബോധ്യം നമ്മുടെ അകത്ത് വരും. ഹല്ലേലൂയ. ഇന്ന് ഈ ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, പിതാവേ, അങ്ങേ അന്വേഷിക്കുവാൻ അങ്ങ് എനിക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. തീർന്നില്ല. നമ്മൾ ഈ ദൈവവചനം പഠിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഈ ഭക്തന്മാരെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അവർ ഏറെ ആഗ്രഹിക്കുന്നത് ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മൾ മോശയെക്കുറിച്ച് പഠിച്ചാൽ, മോശയെക്കുറിച്ച് പുറപ്പാട് പുസ്തകം 33 അകത്ത് ദൈവം തന്നെ സാക്ഷി പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ മോശയോട് മുഖത്തോട് മുഖം സംസാരിക്കുന്നു, എന്നാൽ പ്രവാചകന്മാരോട് ഞാൻ അങ്ങനെയല്ല സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവവുമായി മോശയ്ക്ക് ഒരു ആഴമേറിയ ബന്ധമുണ്ട്. എന്നാൽ ഇതേ മോശ ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, അങ്ങ് എന്നിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അങ്ങയുടെ വഴി എന്നെ കാണിക്കണം. എന്തിന്? അങ്ങേ അറിയുവാൻ വേണ്ടി. നിങ്ങൾ ശ്രദ്ധിക്കുന്നോ പ്രാർത്ഥന? നമ്മൾ പലപ്പോഴും ദൈവത്തോട് പറയും, ദൈവമേ, നിൻ്റെ വഴി എന്നെ കാണിക്കണം. എന്താണെന്നറിയോ, ചില സമയത്ത് നമുക്കൊരു പേടിയാണ്, ഇനി ആ വഴി കൂടെ പോയില്ല, വല്ല പ്രശ്നം വന്നാലോ. പക്ഷെ മോശ അങ്ങനെയല്ല. മോശ പറയുന്നത്, പിതാവേ, എനിക്കങ്ങേ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതിന് അങ്ങയുടെ വഴി എന്നെ കാണിച്ചു തരണം. ആരാണ് ഈ മോശ? ഈ മോശയ്ക്ക് ദൈവത്തെ നന്നായി അറിയാം. പക്ഷെ എന്നിട്ടും മോശയുടെ പ്രാർത്ഥന അതാണ്. തിരുന്നല്ല നമ്മൾ ദാവീദിനെ നോക്കിക്കേ. ദാവീദിന് എല്ലാമുണ്ട്, പറഞ്ഞ വാഗ്ദത്തമുണ്ട്, അനുഗ്രഹമുണ്ട്, സർവ്വതുമുണ്ടായിട്ടും ദാവീദ് സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നത്, ഒറ്റ കാര്യമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, അവിടെ സന്നിധിയിൽ എനിക്ക് വസിക്കണം. കാണുന്നുണ്ടോ? ഈ ദാവീദ് ഈ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ഒരു ആട്ടിടയനാണ്. ഇന്ന് ദാവീദ് പറയുമ്പോൾ ദാവീദ് ഒരു രാജാവാണ്, ഒരു ദേശത്തിൻ്റെ തലപ്പത്തിരിക്കുകയാണ്. പക്ഷേ അവിടെയും തൻ്റെ ആഗ്രഹം, എനിക്ക് ഈ ദൈവത്തോട് ചേർന്ന് വസിക്കണം. പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ നമുക്കൊരു പൗലോസിനെ കാണുവാൻ കഴിയുന്നുണ്ട്. പൗലോസിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും പൗലോസ് പറയുന്ന ഒന്നുണ്ട്: ദൈവമേ, എനിക്ക് അങ്ങേ അറിയണം. ഞാൻ എന്തിനാ ഇതെല്ലാം എടുത്ത് പറയുന്നതെന്നറിയാമോ? ഈ ദൈവത്തെ അന്വേഷിക്കുന്നവരൊക്കെയും ദൈവത്തെ അവർ കണ്ടുമുട്ടിയാൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ദൈവത്തോട് ചേർന്ന് നടക്കുവാനും ദൈവത്തെ അറിയുന്നതുമാണ് അവരുടെ ലക്ഷ്യം. ഒന്നുകൂടെ ഞാൻ കയറ്റി പറഞ്ഞാൽ, their burning passion is to know God intimately. ഇന്ന് രാവിലെ ഈ ദൈവവചനം ധ്യാനിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ദൈവത്തെ ആ പാഷനേറ്റ്ലി അറിയുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? നിങ്ങളുടെ ക്രിസ്തീയ യാത്രയിൽ നമുക്ക് ദൈവം വിശ്വസ്തനാന്ന് പറയുവാൻ പറ്റും, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയും. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഈ അനുഭവിച്ച ദൈവത്തെ ഇതുപോലെ അന്വേഷിക്കുന്നുണ്ടോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ദൈവത്തിൻ്റെ വചനം ചില ഭാഗങ്ങൾ കൂടെ നമുക്കൊന്ന് ചിന്തിക്കണം. ഞാൻ പറഞ്ഞു, ദൈവത്തെ അന്വേഷിക്കുന്നവരൊക്കെ ദൈവത്തെ കണ്ടുമുട്ടി. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഞാനോ നിങ്ങളോ ദൈവത്തെ അന്വേഷിക്കുന്നതിനപ്പുറമായി ദൈവത്തിന് നമ്മളോടൊപ്പമായിരിക്കുന്നതിൽ ദൈവം കൂടുതൽ സമയം വേർതിരിക്കുന്നുണ്ട്. A.W. ടോസർ എന്ന ദൈവദാസൻ പറയുന്നത് പോലെ, ഗോഡ് ഇസ് പെർസ്യൂയിങ് ഈച്ച് വൺ ഓഫ് us മോർ ദാൻ വി പെർസ്യൂ ഗോഡ്. എന്ന് പറഞ്ഞാൽ, ഞാൻ ദൈവത്തെ പെർസ്യൂ ചെയ്യുന്നതിനേക്കാൾ എൻ്റെ ദൈവം എന്നെ പെർസ്യൂ ചെയ്യുകയാണ്. അതിൻ്റെ സാക്ഷികളാണ് നമ്മൾ ഇന്ന് ഓരോ പേരും. നമ്മുടെ നന്മ കൊണ്ടോ നമ്മൾ ചെയ്തതൊന്നുകൊണ്ടുമല്ല നമ്മൾ ആരും ഇവിടെ ഇരിക്കുന്നത്. വലിയവനായ ദൈവം കൃപകളുടെ വഴി നമുക്ക് വേണ്ടി തുറന്ന് ആ ദൈവത്തെ അറിയുവാൻ ദൈവം ഇങ്ങനൊരു അവസരം ഒരുക്കിയത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. മറ്റൊരർത്ഥത്തിൽ ദൈവസ്നേഹമാണ് നമ്മളെ ഇവിടെ കൊണ്ടിരുത്തിയത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചില ഭാഗങ്ങൾ, ആ ഒരു ഭാഗം ഒന്ന് പറയുവാൻ വേണ്ടി നമുക്കൊന്ന് കടന്നു പോകാം. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 8 വാക്യം. അവിടെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. ആമേൻ. നിങ്ങൾ അവിടെ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഏദൻ തോട്ടത്തിൽ
മനുഷ്യരുടെ ഒപ്പം ദൈവം നിൽക്കുന്നതാണ് നമ്മളവിടെ കാണുന്നത്. നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ അറിയാം. പക്ഷെ ഞാനിത് എടുത്തു പറയുന്നതിൻ്റെ കാരണം, ദൈവവചനം പറഞ്ഞു തുടങ്ങുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ അവരോടൊപ്പം ആയിരിക്കുന്നതിന് വേണ്ടി. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം, ഇവർ പാപം ചെയ്തു, അങ്ങനെ അവർ ദൈവസന്നിധിയിൽ നിന്ന് മാറി. അതൊക്കെ സത്യമാണെങ്കിലും ഇതേ പുസ്തകത്തിൻ്റെ അകത്ത് എപ്പോഴൊക്കെ ദൈവത്തെ അന്വേഷിക്കുവാൻ ചിലർ മനസ്സ് കാണിച്ചോ അപ്പോഴൊക്കെ ദൈവം അവരുടെ അടുത്ത് വന്നു. അതിനുദാഹരണമാണ് ഇനോക്ക് എന്ന മനുഷ്യനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ താൻ ദൈവത്തിൻ്റെ കൂടെ നടന്നു. അബ്രഹാമിനെ കുറിച്ച് വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൂട്ടുകാരൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അകത്ത് പാപം മുഖാന്തരം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് മാറുന്നത് കണ്ടാൽ പോലും എപ്പോഴൊക്കെ ദൈവത്തെ മനുഷ്യൻ അന്വേഷിക്കുന്നു അവിടെ എല്ലാം ദൈവം ഈ ജനത്തിൻ്റെ കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത് പുറപ്പാട് പുസ്തകത്തിൻ്റെ അകത്ത് നമ്മൾ 25 അതിൻ്റെ 8-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പുറപ്പാട് 25 അതിൻ്റെ 8-ാമത്തെ വാക്യം. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ആമേൻ. അടുത്തത് പുറപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ദൈവം ഈ ജനത്തെയും കൊണ്ട് പുറത്തോട്ട് വരികയാണ്. അപ്പോൾ മിസ്രൈമിലായിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ അവരുടെ മിസ്രൈമിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്ന് അവരോടൊപ്പം പാർക്കുകയാണ്. എന്നെ ഏറെ ചിന്തിപ്പിച്ചൊരു ചിന്ത എന്താണെന്നറിയാമോ? മോശ ദൈവത്തോട് പറഞ്ഞല്ലോ, ദൈവമേ, മിസ്രൈമിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങി വരാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലത്ത് അങ്ങ് ഇറങ്ങി വന്ന് ഞങ്ങളോടൊപ്പം നടന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം തന്ന് അങ്ങ് ഞങ്ങളോടുകൂടെ എന്തുകൊണ്ട് പാർക്കുന്നില്ല എന്ന് മോശ ചോദിച്ചില്ല. ദൈവം മോശയോട് പറയുക, ഞാൻ നിങ്ങളോടൊപ്പം പാർക്കാം. ഹല്ലേലൂയ. ഇതെന്തിനാ ഈ ഭാഗങ്ങൾ എടുക്കുന്നതെന്നറിയാമോ? കാരണം ഞാനും നിങ്ങളും സേവിക്കുന്ന ഈ ദൈവം ആരാണെന്ന് മാത്രമല്ല, എത്രത്തോളം നമ്മളോടൊപ്പം ആയിരിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നു എന്നൊരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. തീർന്നില്ല. അവിടെ നിന്ന് നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് 1 രാജാക്കന്മാർ 8 അതിൻ്റെ 11-ാമത്തെ വാക്യം. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല. ആമേൻ. നമ്മൾ ഈ ഭാഗത്തിലോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത്, മിസ്രൈമിൽ നിന്നിറങ്ങിയ ജനത്തെ ദൈവം ഒരു ദേശം കൊടുത്തു. ആ ദേശത്ത് ശലോമോൻ ഒരു ആലയം പണിതു. ആ ആലയത്തിൽ ദൈവം ജനത്തോടൊപ്പം പാർക്കുവാൻ ഇറങ്ങി വരികയാണ്. നിങ്ങൾ കാണുന്നുണ്ടോ? ഇതിൻ്റെ ഒരു പ്രോഗ്രഷൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നോ? യാത്ര ചെയ്ത ജനത്തിനോടൊപ്പം മരുഭൂമിയിൽ ദൈവം അവരോടൊപ്പം വസിച്ചു. ദൈവം അവർക്ക് പറഞ്ഞ വാഗ്ദത്തം പറഞ്ഞു കഴിഞ്ഞിട്ട് ആ വാഗ്ദത്തങ്ങൾ ലഭിച്ച ജനത്തോടൊപ്പം പിന്നെയും ദൈവം പാർക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഒന്ന് ശോധന ചെയ്ത് നോക്കിക്കേ. നമ്മുടെയൊക്കെ ജീവിത യാത്രയ്ക്കകത്ത് നമ്മൾ ഈ ദൈവത്തെ നമ്മുടെ എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ കണ്ടുമുട്ടി. നല്ല കാലഘട്ടത്തിലും നമ്മൾ വേദനയുടെ കാലഘട്ടത്തിൽ പോകുമ്പോഴും ദൈവം നമ്മളോടൊപ്പമുണ്ട്. പക്ഷേ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ ഈ ജനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്, ദൈവം അവർക്ക് വാഗ്ദത്തങ്ങളെല്ലാം കൊടുത്തു. ആ ആലയത്തെക്കുറിച്ച് പറഞ്ഞ വലിയ മഹത്വമുള്ള ഒരു ആലയം. പക്ഷെ ആ മഹത്വം കാരണമല്ല ദൈവം അവരോടൊപ്പം വസിച്ചത്. ദൈവം അവരോടൊപ്പം വസിച്ചത് ദൈവം അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ പേരോടും ഞാൻ പറയട്ടെ, നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നമുക്ക് എത്ര നല്ലവനായിരുന്നു, എത്ര വിശ്വസ്തനായിരുന്നു എന്നൊക്കെ സാക്ഷി പറയുവാൻ നമുക്ക് കഴിയും. പക്ഷേ ഇന്ന് ഈ അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചിട്ടും ഇതേ മഹത്വത്തിൽ ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ആ ദൈവസാന്നിധ്യം ആ നാളുകളിൽ കണ്ടതുപോലെ ഇന്നും നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ശോധന ചെയ്യണം. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നത്, ഈ ജനം പാപത്തിലോട്ട് തിരിഞ്ഞുപോയി. പാപത്തിലോട്ട് പോയ ജനത്തെ അവർ ബാബിലോണിൻ്റെ അടിമത്തത്തിലോട്ട് പോകുന്നു എന്നാണ് നമ്മൾ പിന്നെ വായിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ അടുത്ത വായിക്കുന്ന എസ്രാ 6 അതിൻ്റെ 15ഉം 16ഉം. ദാര്യാവേശ് രാജാവിൻ്റെ വാഴ്ചയുടെ 6-ാം ആണ്ടിൽ ആദാർ മാസം 3-ാം തീയതി ഈ ആലയം പണിതു തീർന്നു. ഇസ്രായേൽ മക്കളും പുരോഹിതന്മാരും ലേവ്യരും ശേഷം പ്രവാസികളും സന്തോഷത്തോടെ ഈ ദൈവാലയത്തിൻ്റെ പ്രതിഷ്ഠ കഴിച്ചു. അപ്പം അടിമത്തത്തിൽ പോയ ജനം, അടുത്തത് നമ്മൾ കാണുന്നത് സെറുബാബേൽ ഒരു ആലയം പണിതു. അപ്പം അവിടെ ദൈവം അവരോടൊപ്പം വസിക്കുവാൻ വന്നു. നമ്മൾ മനസ്സിലാക്കണം, പ്രവാസികളായിരിക്കുന്ന ജനം, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കും, നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ കൂടി നിന്ന ജനം വളരെ കണ്ണുനീരോടാണ് അവിടെ നിൽക്കുന്നത്. എന്താണെന്നറിയാമോ?
കാരണം ഒരു കാലഘട്ടത്തിൽ ശലോമോന്റെ ആലയത്തിൽ ഇറങ്ങി വന്ന ദൈവസാന്നിധ്യം അവർ കണ്ടു. അന്ന് ആ ആലയം വലിയ മഹത്വത്തിലാണ് പണിയുന്നത്. പക്ഷേ ഇപ്പോഴുള്ള ഈ ആലയം പ്രവാസികളായതുകൊണ്ട് അത്രയും വലിയ മഹത്വമൊന്നുമില്ല. പക്ഷെ എന്നെ ഏറെ ചിന്തിപ്പിച്ചത് എന്താണെന്നറിയാമോ? ദൈവത്തിന് മഹത്വമൊന്നും വേണ്ട. ഞാനും നിങ്ങളും ദൈവത്തെ അന്വേഷിക്കുമെങ്കിൽ ദൈവം നമ്മളോടൊപ്പം പാർക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. എത്ര വലിയ ദൈവത്തെയാണ് നമ്മൾ ഈ അനുഗമിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഭൂമി ഉണ്ടാക്കിയ ദൈവം, ഈ ലോകത്ത് കാണുന്ന സർവ്വതും ഉണ്ടാക്കിയ ദൈവം. ദൈവം പറയാണ്, കുഞ്ഞെ, നിന്റെ ജീവിത സാഹചര്യത്തിൽ കൂടെ നീ ഏത് ഘട്ടത്തിൽ കൂടെ കടന്നു പോയാലും നിന്നോടൊപ്പം നടക്കുവാൻ ഞാനുണ്ട്. പഴയ നിയമ പുസ്തകം നമ്മൾ മറിച്ച് പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ മത്തായി 1 നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. അവിടം തൊട്ട് നമ്മൾ എന്താ കാണുന്നതെന്നറിയാമോ? യേശു ക്രിസ്തു ഭൂമിയിൽ ഇറങ്ങി വരികയാണ്. പിതാവിൻ്റെ ഹൃദയം നമുക്ക് വരച്ചു കാണിക്കുകയാണ്. അവിടെയാണ് നമ്മൾ യേശുവിനെ കാണുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? പഴയ നിയമത്തിൽ ജനത്തോടൊപ്പം പാർത്തെങ്കിൽ പുതിയ നിയമത്തിൽ ദൈവം നമ്മളോടൊപ്പം നടന്ന് പിതാവിൻ്റെ ഹൃദയം കാണിച്ചു തരികയാണ്. തീർന്നില്ല, യേശു പോയിട്ടും 1 കൊരിന്ത്യർ വരുമ്പോൾ ഇങ്ങനെ പറയുന്നത്: ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ആലയമാകുന്നു. അപ്പം അടുത്തത്, ഇന്ന് ഞാനും നിങ്ങളും ഇവിടെ കൂടിയിരിക്കുമ്പോൾ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ആലയമാണ്. പലപ്പോഴും നമ്മുടെ ജീവിത യാത്രയ്ക്കകത്ത് നമുക്കൊരു പേര് കിട്ടുവാൻ വേണ്ടി ഞാനെന്തോ ആണെന്ന് പറയുവാൻ, കാണിക്കുവാൻ ചിലപ്പോൾ നമ്മുടെ അകത്ത് നമ്മൾ വെപ്രാളം പിടിക്കാറുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും, നമുക്ക് നല്ല ജോലിയില്ലെങ്കിലും നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. എന്താണെന്നറിയാമോ? ദൈവ സാന്നിധ്യത്തെ ക്യാരി ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളും. നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ളൊരു ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടായിരിക്കണം. നമ്മുടെ ഐഡൻറ്റിറ്റി അതായിരിക്കണം. ഈ ലോകത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്ത് തെളിയിക്കുന്നതല്ല നമ്മുടെ ഐഡൻറ്റിറ്റി, മറിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം ക്യാരി ചെയ്യുവാൻ തുടങ്ങിയാൽ ഈ ലോകത്ത് നമ്മളെ മാനിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പലപ്പോഴും പലരും ദൈവത്തിൻ്റെ അരികിൽ വരുന്നത് അവർക്കൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ ദൈവസാന്നിധ്യത്തിൽ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ആലയമാകിയാൽ ദൈവം ഓൾറെഡി നമുക്കൊരു ഐഡൻറ്റിറ്റി തന്നു. ഇനിയും അവിടെ നിന്ന് അടുത്തൊരു വാക്യം കൂടെ, 2 കൊരിന്ത്യർ 5 അതിൻ്റെ 1-ാമത്തെ വാക്യം: കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ചോ? അവിടെ പറയുന്നത് നമ്മുടെ ഈ ശരീരം മാറിപ്പോകും, നമുക്കൊരു നിത്യഭവനം ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ നമ്മൾ വായിക്കുന്നതെന്ന് അറിയുമ്പോൾ, ഞാൻ നിങ്ങളെ ഈ ഭാഗത്തിലൂടെ കടത്തിക്കൊണ്ട് വരുന്നതിൻ്റെ കാരണം, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ നമ്മൾ വായിക്കുമ്പോൾ ഒരൊറ്റ ത്രെഡാണ് അവിടെ നിൽക്കുന്നത്. എന്താണെന്നറിയാമോ? ദൈവം മനുഷ്യനെ സ്നേഹിച്ചു എന്ന് മാത്രമല്ല, നമ്മളോടൊപ്പം ആയിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ വലിയവനായ ദൈവം പാപികളായിരുന്ന എന്നെയും നിങ്ങളെയും തേടി സ്വർഗം വിട്ടിറങ്ങി വന്നുവെങ്കിൽ, വെളിപ്പാടിൽ നമ്മൾ കാണുന്നത് ഭക്തന്മാരായ നമ്മളെല്ലാവരും പിതാവിൻ്റെ അരികിലോട്ട് പോകുകയാണ്. ഹല്ലേലൂയ! എത്ര വലിയ പ്രത്യാശയാണല്ലേ നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതൊരു വെറും ജേണി അല്ല. നമ്മൾ ഈ ദൈവത്തെ അനുഭവിക്കുവാൻ, അറിയുവാൻ ദൈവം നമുക്ക് തന്ന അവസരമാണ്. ഇന്ന് നമ്മൾ ഈ ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്: അപ്പാ, അങ്ങേ അറിയുവാൻ അങ്ങൻ്റെ മേലൊരു കൃപ തരണം. നമുക്ക് മറ്റൊരു ഭാഗത്തിലോട്ടും കൂടെ പോകാം. നമ്മുടെ ഈ ക്രിസ്തീയ യാത്രയിൽ നമുക്കറിയാം, ഇന്ന് നമ്മൾ സഭയിൽ പോയാൽ, പലരോട് സംസാരിച്ചാൽ എല്ലാവർക്കും ഒരുപോലെ പറയുവാൻ പറ്റുന്നൊരു കാര്യമുണ്ട്: എനിക്ക് ദൈവത്തെ അറിയാം. അല്ലേ? നിങ്ങളത് കേട്ടിട്ടുണ്ടല്ലേ? പലരും പ്രസംഗിക്കുമ്പോൾ അവർ ദൈവം ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തെന്ന് പറയുമ്പം, പക്ഷേ അവരുടെ ജീവിതം നോക്കുമ്പോൾ, അവർ പറയുന്നത് നോക്കുമ്പം ചിലപ്പോൾ നമുക്ക് തോന്നും, ശരിക്കും ഇവർക്ക് ദൈവത്തെ അറിയാമോ? പക്ഷെ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തെ അറിയുന്നവരുടെ ജീവിതത്തിൽ കാണുന്ന ചില ബൈ പ്രോഡക്ട്സ് ഉണ്ട്, ചില സവിശേഷതകളുണ്ട്. അതാണ് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമുക്ക് 2 കൊരിന്ത്യർ അതിൻ്റെ 9 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാൽ അത്രേ നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിലും ഛേദം വരാതെ വണ്ണം ദൈവഹിത പ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത്. ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. ദൈവഹിത പ്രകാരം നിങ്ങൾക്കുണ്ടായ ഈ ദുഃഖം എത്ര ഉത്സാഹം, എത്ര പ്രതിവാദം, എത്ര നീരസം, എത്ര ഭയം, എത്ര വാഞ്ച, എത്ര എരിവ്, എത്ര പ്രതികാരം നിങ്ങളിൽ ജനിപ്പിച്ചു.
ഈ കാര്യത്തിൽ നിങ്ങൾ നിർമ്മലന്മാർ എന്ന് എല്ലാവിധത്തിലും കാണിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഞാനും നിങ്ങളും ശരിക്കും ദൈവത്തെ അറിയുന്നുവെങ്കിൽ ദൈവഹിത പ്രകാരമുള്ളൊരു ദുഃഖം നമ്മുടെ അകത്ത് വെളിപ്പെടും. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് ദൈവഹിത പ്രകാരമുള്ളൊരു ദുഃഖവുമുണ്ട്, ലോകപ്രകാരമുള്ളൊരു ദുഃഖവുമുണ്ട്. ദൈവഹിത പ്രകാരമുള്ള ദുഃഖത്തിൻ്റെ പ്രത്യേകത, അത് നമ്മളെ മാനസാന്തരത്തിലോട്ട് നയിക്കും. എന്ന് പറഞ്ഞാൽ, എൻ്റെയും നിങ്ങളുടെയും ക്രിസ്തീയ യാത്രയ്ക്കകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് കുറവുകളുണ്ട്, നമുക്ക് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ കുറവുകളുണ്ടെങ്കിലും ദൈവസന്നിധിയിലോട്ട് നമ്മൾ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് നമ്മളോട് പരിശുദ്ധാത്മാവ് ഇടപെടും. കുഞ്ഞെ, നീ ചെയ്തത് ശരിയല്ല, നീ ചെയ്യുന്ന കാര്യങ്ങൾ നീ തിരുത്തണം. പലപ്പോഴും പലർക്കും അങ്ങനെയുള്ളൊരു മാനസാന്തരം വെളിപ്പെടുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവഹിത പ്രകാരം നിങ്ങൾക്കുണ്ടായ ഈ ദുഃഖം എത്ര ഉത്സാഹം, എത്ര പ്രതിവാദം. എന്ന് പറഞ്ഞാൽ ഈ ദുഃഖം നമ്മുടെ അകത്ത് വരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് അറിയാമോ? കാരണം ദൈവ സാന്നിധ്യം വിട്ടു പോകുവാൻ നമുക്ക് മനസ്സില്ല. നമുക്ക് ദൈവത്തോട് അടുത്ത് ജീവിക്കുമ്പോൾ ഒരു പാപം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ ആ പാപത്തെ വെറുക്കും. എന്തുകൊണ്ട്? ദൈവ സാന്നിധ്യത്തെ നമ്മൾ സ്നേഹിക്കുന്നത് കൊണ്ട്. അത് മറ്റാരും പറഞ്ഞതുകൊണ്ടല്ല, നമ്മൾ ദൈവ സാന്നിധ്യം ആഗ്രഹിക്കുകയും സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് പലരും ചിന്തിക്കുന്നത്, തെറ്റെന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പേര് പോകാതിരിക്കാൻ വേണ്ടി ശരി ഞാൻ തെറ്റിപ്പോയി. അതല്ല, അത് ദൈവഹിത പ്രകാരമുള്ള ദുഃഖമല്ല. അതുകൊണ്ട് വചനം പറയും, നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് നമ്മളെ കൺവിക്റ്റ് ചെയ്യും. ഇന്ന് അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വഴക്കുണ്ടാക്കിയിട്ട് നമ്മൾ പോയി പ്രാർത്ഥന മുറിയിൽ പ്രാർത്ഥിച്ചിട്ട് അതുപോലെ തിരിച്ച് വന്നിട്ട് പിന്നെയും വഴക്കുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ചോദ്യം, അതെന്ത് ആത്മീയതയായിരിക്കും? നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്, വഴക്കെല്ലാം ഉണ്ടാക്കി പ്രാർത്ഥിച്ചു തിരിച്ച് വന്നിട്ട് പിന്നെയും. അപ്പം നമ്മളിലിരിക്കുന്നത് പരിശുദ്ധാത്മാവാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ദൈവഹിത പ്രകാരമുള്ളൊരു ദുഃഖം നമ്മുടെ അകത്ത് വെളിപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ യാത്ര ഒരു പൊള്ളയായ ക്രിസ്തീയ യാത്രയാണ്. അടുത്തൊരു വാക്യം കൂടെ ദാവീദിൻ്റെ ജീവിതത്തിൽ കൂടെ നമുക്കൊന്ന് വായിക്കാം. സങ്കീർത്തനം 51 അതിൻ്റെ 4, 11, 12. സങ്കീർത്തനം 51 അതിൻ്റെ 4-ാമത്തെ വാക്യം. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരയണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങേണം. ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ദാവീദിനെ കുറിച്ച് നമ്മളിവിടെ വായിക്കുമ്പോൾ ദാവീദ് പറയുകയാണ്, അപ്പച്ച അങ്ങയോടാണ് ഞാൻ പാപം ചെയ്തിരിക്കുന്നത്, മറ്റാരോടുമല്ല. നമ്മൾ ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ദാവീദിനൊരു പക്ഷേ അവിടെ എന്തും പറയുവാൻ തനിക്ക് ബലവുമുണ്ട്, ശക്തിയുമുണ്ട്. പക്ഷെ താൻ പറയുന്നത്, പിതാവേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ മാറ്റിക്കളയരുത്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. മറ്റൊരർത്ഥത്തിൽ തനിക്ക് ആ മാനസാന്തരം വരുവാനുള്ള കാരണം എന്താണെന്നറിയാമോ? ദൈവവുമായിട്ടുള്ള തൻ്റെ ബന്ധമാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ പേരോടും ഞാൻ പറയട്ടെ, നിങ്ങളുടെ അകത്ത് ശരിക്കും ഒരു മാനസാന്തരം നടക്കുന്നില്ലെങ്കിൽ ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധത്തെ നിങ്ങളൊന്ന് ശോധന ചെയ്ത് നോക്കണം. ആ ബന്ധം ശരിയായിട്ടുള്ളതല്ലെങ്കിൽ തെറ്റിനെ തിരിച്ചറിയുവാൻ കഴിയാതെ പോകും. അവിടെയാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, പിതാവേ അങ്ങേ കാണേണ്ടതുപോലെ എനിക്കൊന്ന് കാണണം. ആ ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ കുറവുകൾ നമുക്ക് കാണുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് വചനം പറയുന്നത്, അവൻ വെളിച്ചമാകിയാൽ തന്നിൽ ഇരുട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ, എപ്പോഴൊക്കെ ഞാൻ ദൈവസന്നിധിയിൽ വരുന്നോ ആ വെളിച്ചത്തിൻ്റെ അടുത്തോട്ടാണ് ഞാൻ വരുന്നത്. ആ വെളിച്ചത്തിലോട്ട് വരുമ്പോൾ ഞാൻ മറ്റുള്ളവരുടെ കുറ്റമല്ല കാണുന്നത്, എൻ്റെ ബലഹീനത, എൻ്റെ കുറവുകൾ, അതാ ഞാൻ കാണുന്നത്. ഇന്ന് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. നമ്മുടെ അകത്ത് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അതിനേക്കാൾ അപ്പുറമായിട്ട് ദൈവമേ അവർ ഒന്ന് മാനസാന്തരപ്പെടണം. നമുക്കുള്ള നമ്മുടെ അകം നമ്മൾ ശരിക്കും കണ്ടാൽ നമ്മുടെ ചുറ്റളവിൽ തന്നെ മാറ്റങ്ങളുണ്ടാകും. ഇന്ന് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്, അപ്പാ ദൈവമേ അങ്ങേ കാണേണ്ടതുപോലെ എനിക്കൊന്ന് കാണണം. എന്തിനാണെന്നറിയാമോ? എന്നെ എനിക്ക് മനസ്സിലാക്കാൻ. ഞാൻ എപ്പോൾ എന്നെ മനസ്സിലാക്കുന്നു അവിടെയാണ് ഞാൻ ദൈവത്തോട് പറയുന്നത്, പിതാവേ
അങ്ങയുടെ കൃപയില്ലാതെ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. കാരണം ഞാൻ ബലഹീനനാണ്. നിൻ്റെ കൃപയുണ്ടെങ്കിലേ എനിക്ക് അങ്ങയോട് ചേർന്ന് നടക്കുവാൻ കഴിയത്തുള്ളൂ. 2, നമുക്ക് യെശയ്യാവ് 6 വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഇത് തന്നെയാണ് കാണുന്നത്. യെശയ്യാവ് ദൈവത്തെ കണ്ടു. ദൈവത്തെ കണ്ടു കഴിഞ്ഞിട്ട് താൻ പറയാണ്, ദൈവമേ എനിക്കൊരു അൺക്ലീൻ ലിപ്സ് ഉണ്ട്. ദൈവം ഒന്നും പറഞ്ഞില്ല തന്നോട്. താൻ ശരിക്കും ദൈവത്തെ കണ്ടതേ ഉള്ളൂ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞേ, നമ്മൾ ശരിക്കും ദൈവത്തെ കാണുമ്പോൾ നമ്മൾ നമ്മളെ കാണുവാൻ തുടങ്ങും. 2, അവിടെ ബൈബിൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, യെശയ്യാവ് ഇങ്ങനെ കേട്ടു, അവർ തമ്മിൽ സംസാരിക്കുന്ന കേട്ടു, ആരെ ഞാൻ അയക്കണം? അവിടെ യെശയ്യാവ് പറയാണ്, അപ്പച്ച ഞാൻ പോകാം. മറ്റൊരർത്ഥത്തിൽ ദൈവത്തെ നമ്മൾ ശരിക്കും അറിയുവാൻ തുടങ്ങിയാൽ നമ്മുടെ അകത്ത് ആത്മാക്കൾക്ക് വേണ്ടിയുള്ളൊരു വലിയ ഭാരം നമ്മുടെ അകത്തുണ്ടായിരിക്കും. എ പാഷൻ ഫോർ സോൾസ്, എ ബർഡൻ ഫോർ സോൾസ്. ഇന്ന് സഭയ്ക്കകത്ത് നമ്മളിങ്ങനെ കൂടിയിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ അകത്ത് ഈ ഒരു ആത്മഭാരമുണ്ടോ? നമ്മുടെ ചുറ്റളവിൽ ഇരിക്കുന്നവരെക്കുറിച്ച്, നമ്മുടെ കൂട്ടത്തിലുള്ളവരെക്കുറിച്ച് നമുക്കൊരു ആത്മഭാരമുണ്ടോ? പലപ്പോഴും നമ്മൾ ദൈവസന്നിധി വരുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളാണ് നമ്മൾ കൂടുതൽ പറയുന്നത്. പക്ഷെ ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നേരത്തെ പാസ്റ്റങ്ങൾ പറഞ്ഞ പോലെ ഇന്ന് കണ്ടവരെ നമ്മൾ നാളെ കണ്ടില്ലെന്ന് വരും. പക്ഷെ ആ നാളെ നമ്മൾ കാണാതെ വരുമ്പോൾ അവരെവിടെ ആയിരിക്കും പോയതെന്ന് ഞാനും കൂടെ കണക്ക് പറയണം. കാരണം ആ വചനം അവർക്ക് കൈമാറുവാൻ വേണ്ടി ദൈവം എന്നെ വിളിച്ചിട്ടുണ്ട്. ഇത് ഞാനും നിങ്ങളും തിരിച്ചറിയണം. ഇതുകൊണ്ടാണ് ജോൺ നോക്സ് എന്ന മനുഷ്യനെക്കുറിച്ച് പറയുന്നത്, തൻ്റെ പ്രാർത്ഥനയിൽ താൻ പ്രാർത്ഥിച്ചിരുന്നത്, ലോർഡ് ഗിവ് മീ സ്കോട്ട്ലൻഡ് ഓർ ലെറ്റ് മീ ഡൈ. ദൈവമേ ഈ ദേശം എനിക്ക് തോ, അല്ലെങ്കിൽ ഞാൻ മരിക്കട്ടെ. ആ പ്രാർത്ഥന എവിടെ നിന്ന് ഒളിവാകുന്നതെന്നറിയാമോ? എത്രത്തോളം നമ്മൾ ദൈവത്തിനോട് അടുക്കുന്നോ അത്രത്തോളം ദൈവത്തിൻ്റെ ഭാരം നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടും. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെ നോക്കുകയാണ്. എൻ്റെ ഭാരം ആര് ചുമക്കും? ഇന്ന് അനേകർ ആ ഭാരം ചുമക്കുവാൻ മനസ്സില്ലാത്തവരാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? നമുക്ക് ദൈവത്തിൻ്റെ അരികിലോട്ട് പോകുവാൻ കഴിയാത്തത് കൊണ്ട്. ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന ചിലർ പറയുമായിരിക്കും, എനിക്ക് പോകുവാനുള്ള ശക്തിയില്ല, അതിനുള്ള റിസോഴ്സസ് ഇല്ല. ഹെബ്രിഡ്സ് റിവൈവൽ എന്ന് പറഞ്ഞ റിവൈവലിൽ ദൈവം ഉപയോഗിച്ച 2 പേരെയാണ്, 82 84 വയസ്സുള്ള ക്രിസ്റ്റീൻ പെഗി എന്ന് പറഞ്ഞ 2 പേരെ. അവർ കണ്ണൊന്നും കാണത്തില്ല. പക്ഷെ അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവർക്കൊരു ആത്മഭാരം കൊടുത്തു. അവരോട് പറഞ്ഞു, സഭയും ദേശത്തും പാപം ഒരുപാടുണ്ട്. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിക്കുമെങ്കിൽ ഞാൻ ദേശത്തെ സന്ദർശിക്കും. അവരെല്ലാ ദിവസവും 10 മണി തൊട്ട് 3 മണി വരെ അവർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ദേശത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെട്ടു. ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്നറിയാമോ? നമുക്കൊരു പക്ഷേ സഭയെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, ദേശത്തെക്കുറിച്ച് നമ്മുടെ അകത്ത് ദൈവം ഭാരം തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ദൈവസന്നിധിയിൽ ചോദിക്കണം, പിതാവേ ഈ ഭാരം എന്നെ കാണിച്ചതിനായി സ്തോത്രം, ഞാൻ എന്തു ചെയ്യണം? വാട്ട് ഷുഡ് ഐ ഡു എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ദൈവം നമ്മളോട് ഇടപെടും. എൻ്റെ പ്രാർത്ഥന ഇതാണ്, നമ്മൾ ചിലർ ദൈവസന്നിധിയിൽ ഒന്ന് പറയാമോ, പിതാവേ എന്നെ ഉപയോഗിച്ചാലും. അപ്പോൾ എൻ്റെ സമയം ഞാൻ അങ്ങയുടെ കരത്തിൽ തരുന്നു. ഞങ്ങളുടെ ഈ തലമുറയിൽ ദൈവ സാന്നിധ്യം കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എത്ര വലിയ പെർസിക്യൂഷൻ നടക്കട്ടെ, പക്ഷെ ദൈവത്തിൻ്റെ ഉണർവ് ഇതിൻ്റെ അകത്ത് വെളിപ്പെടുമെങ്കിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുമെങ്കിൽ സഭയെ, ജയാളിയെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ 2ാമത്തെ കാര്യം, ശരിക്കും നമ്മൾ ദൈവത്തെ അറിയുന്നുവെങ്കിൽ ആത്മാക്കളെക്കുറിച്ചൊരു ഭാരം നമ്മുടെ അകത്ത് വെളിപ്പെട്ട് വരും. 3, നമ്മൾ ഇത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ചിന്ത, ദൈവമേ എനിക്ക് പലതും ചെയ്യണമെന്നുണ്ട്, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഡാനിയേൽ 11 അതിൻ്റെ 32 വാക്യം നമുക്ക് വായിക്കാം. ഡാനിയേൽ 11 അതിൻ്റെ 32. നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. മറ്റൊരർത്ഥത്തിൽ ഈ ദൈവത്തെ ഞാനും നിങ്ങളും അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ, ദൈവം നമുക്കൊരു ദർശനം തന്നാൽ, ദൈവം നമുക്കൊരു വാഗ്ദത്തം തന്നാൽ, അത് നിവൃത്തീകരിക്കുവാൻ ദൈവം നമ്മുടെ മേൽ ഒരു ബലം തരുവാൻ ദൈവം വിശ്വസ്തനാണ്. അതവിടെ പറയുന്നത്. അവിടെ ദൈവം എൻ്റെ അടുത്തല്ല റിസോഴ്സസ് ഉണ്ടാക്കാൻ പറയുന്നത്. അവിടെ ദൈവം എന്നോടല്ല പറയുന്നത്, കുഞ്ഞെ നിൻ്റെ ശക്തിയാൽ നീ ചെയ്യുന്നല്ല പറഞ്ഞത്, നിന്നെ ബലപ്പെടുത്തുവാൻ ഞാനുണ്ട്. ഇന്നെന്നെ കേൾക്കുന്ന ചിലവരോട് ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളുടെ മേൽ തരുന്ന ദർശനം നിവൃത്തീകരിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്.
കൃപ തരുവാൻ ദൈവം വിശ്വസ്തനാണ്. പക്ഷെ നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പിതാവേ, എൻ്റെ ജീവിതത്തിൽ എന്തു കടന്നു പോകേണ്ടി വന്നാലും നിന്നിൽ മാത്രം ഞാൻ ശ്രദ്ധ വെച്ചുകൊണ്ടിരിക്കും, ദൈവത്തിൽ നിന്ന് ഞാൻ ശക്തി പ്രാപിക്കുമെന്ന് നമ്മൾ പറയുമെങ്കിൽ നമ്മളെ കൊണ്ട് വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാണ്. ഒരു ഉദാഹരണം കൂടെ ഇവിടെ പറയട്ടെ. റിച്ചാർഡ് വോംബേർഡ് എന്ന് പറഞ്ഞ ദൈവദാസനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. റിച്ചാർഡ് വോംബേർഡിനെ കുറിച്ച് പറയുന്നത്, തൻ്റെ കാലഘട്ടത്തിൽ ആ ദേശത്ത് കമ്മ്യൂണിസ്റ്റ് ആൾക്കാർ കയറി വന്നപ്പോൾ താൻ എഴുന്നേറ്റ് നിന്ന് ധൈര്യത്തോടെ ഇതല്ല ശരി എന്ന് പറഞ്ഞതുകൊണ്ടാണ് താൻ 14 വർഷം താൻ പ്രസിഡൻ്റകത്ത് കടന്നുപോയത്. നമ്മളത് ആ ഒരു സ്റ്റോറി വായിച്ചാൽ 14 വർഷം താൻ ഒരാളെ പോലും കണ്ടില്ല, ഒരൊറ്റ കുഞ്ഞിനെ പോലും കണ്ടില്ല. പക്ഷെ എവിടെ നിന്നായിരിക്കാം തനിക്ക് ആ ധൈര്യം കിട്ടിയത്? ദൈവത്തെ അറിയുന്ന ഒരു മനുഷ്യന് ദൈവം ധൈര്യം പകർന്നു കൊടുക്കും. നമ്മൾ ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് തോന്നും, ദൈവമേ, ഈ 14 വർഷം ഈ മനുഷ്യൻ അവിടെ കിടക്കുമ്പം എന്തായിരിക്കും ഈ മനുഷ്യൻ ചെയ്തത്? ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്ത് കാണും എന്ന് നമുക്ക് തോന്നും. കാരണം ഒരു കാര്യവും നടക്കുന്നില്ല. പക്ഷേ ഞാനിതാ നിങ്ങളോട് പറഞ്ഞത്, എൻ്റെയും നിങ്ങളുടെയും ജീവിതം എത്ര സക്സസ്ഫുൾ ആയിരുന്നു എന്നല്ല ചോദ്യം, എത്രത്തോളം ദൈവത്തെ അറിയുവാൻ നമുക്ക് കഴിഞ്ഞു. റിച്ചാർഡ് വോംബേർഡിനോട് ചോദിച്ചാൽ ആ മനുഷ്യൻ ഇങ്ങനെ പറയും, ആ 14 വർഷം ഞാൻ എൻ്റെ ദൈവത്തെ അറിഞ്ഞു, എൻ്റെ ദൈവത്തെ ഞാൻ കണ്ടു. കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്, വേദനയുണ്ട്, പക്ഷെ അതിൻ്റെ നടുവിൽ നമ്മളെ കൈവിടാത്തൊരു നല്ല ദൈവം നമ്മളോടൊപ്പമുണ്ട്. റിച്ചാർഡ് വോംബേർഡ് തൻ്റെ സ്റ്റോറി പറയുമ്പോൾ ഇങ്ങനെ പറയുന്നത്, ഈ 14 വർഷം താൻ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഒരാൾ പോലും തന്നോട് സംസാരിക്കത്തില്ല. ഏതാണ്ട് 17 മണിക്കൂറാണ് ഒരു ദിവസം താൻ കേൾക്കുന്നത് കമ്മ്യൂണിസം നല്ലതാണെന്നും ക്രിസ്ത്യാനിറ്റി കൊള്ളത്തില്ലെന്നും യേശു മരിച്ചെന്നും 17 മണിക്കൂർ കേൾക്കും. 1 മണിക്കൂറല്ല, ഒരു നേരമല്ല, 17 മണിക്കൂർ. നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ ഒരു നിമിഷം എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ നമ്മളങ്ങ് തളർന്നു പോകും, ഇല്ലേ? പക്ഷെ ഒരു 17 മണിക്കൂർ എല്ലാ വർഷവും ഈ മനുഷ്യൻ കേട്ടു. അങ്ങനെ താൻ കേൾക്കുമ്പോൾ ഒരിക്കൽ താൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, പിതാവേ, എനിക്ക് സംസാരിക്കാൻ ആരുമില്ല, അങ്ങ് എന്നോടൊന്ന് സംസാരിക്കണം. അന്ന് താൻ അങ്ങനെ തൻ്റെ പ്രിസൺ സെല്ലിലിരിക്കുമ്പോൾ താൻ ദൈവശബ്ദം കേട്ടു. ദൈവം തന്നോട് ചോദിച്ചു, നിൻ്റെ പേരെന്താണ്? റിച്ചാർഡ് വോംബേർഡ് തന്നെ തൻ്റെ ഭാഷയിൽ പറയുന്നൊരു കാര്യമുണ്ട്, വലിയവനായ ദൈവത്തിന് എൻ്റെ പേരറിയത്തില്ലേ? നിശ്ചയമായിട്ടും പേരറിയാം. പക്ഷേ എനിക്കെൻ്റെ പേര് പറയുവാൻ എനിക്കൊരു പേടി. കാരണം ഞാനൊരു പാസ്റ്ററാണെന്ന് പറഞ്ഞാൽ എൻ്റെ ആടുകൾ എവിടെ? റിച്ചാർഡ് എന്ന് പറഞ്ഞാൽ താൻ ഒരു റിച്ചാർഡിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്, ഒരു ഭക്തനായ മനുഷ്യനെക്കുറിച്ച്. അത്രയൊന്നും ഭക്തി എനിക്കില്ല. അവസാനം താൻ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു, അപ്പച്ചാ, അങ്ങയുടെ നാമത്തെ ഞാൻ ഈ കിടക്കുന്നിടത്ത് ചുമക്കുവാൻ അങ്ങ് എനിക്ക് കൃപ തരണം. ഹല്ലേലൂയ. ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്നറിയാമോ? എൻ്റെയും നിങ്ങളുടെയും ക്രിസ്തീയ യാത്രയിൽ ഈ ദൈവത്തെ അറിയുന്നതിലാണ് നമ്മുടെ നേട്ടം. നമ്മുടെ ഇവിടെ വലിയ കാര്യങ്ങളൊന്നും ചെയ്ത് കാണത്തില്ല, പക്ഷെ ദൈവത്തെ നമുക്ക് അടുത്തൊരു തലമുറയ്ക്ക് വരച്ചു കാണിക്കുവാൻ കഴിഞ്ഞാൽ അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത്. നാലാമത് ഒരു ഭാഗം കൂടെ വേഗം പറഞ്ഞിട്ട് നിർത്താം. 1 യോഹന്നാൻ 2 അതിൻ്റെ 12 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങൾ. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവൻ്റെ നാമം നിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പിതാക്കന്മാരെ ആദിമുതൽ ഉള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ നിങ്ങൾക്ക് എഴുതുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാൽ നിങ്ങൾക്ക് എഴുതുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. പിതാക്കന്മാരെ, ആദിമുതൽ ഉള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ആമേൻ. ആ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ അറിയുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൽ വളരുന്നത്. നമ്മളവിടെ വായിച്ചാൽ കുഞ്ഞുങ്ങളെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്, ബാല്യക്കാരെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, പിതാക്കന്മാരെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുന്നത് നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞാൽ, ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ വരുമ്പോൾ ആത്മാവ് നമ്മളോട് ആദ്യം ഇടപെടുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ നീതിയല്ല, തൻ്റെ നീതിയാൽ ദൈവം നമ്മളെ ധരിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് കുറവുകളുണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ട്, പക്ഷേ ആ ബോധ്യത്തിൽ ദൈവനീതിയിൽ നടക്കുന്നു എന്നുള്ളൊരു ബോധ്യം നമ്മുടെ അകത്തുണ്ട്. പക്ഷെ അവിടം കൊണ്ട് തീർന്നില്ല. അടുത്ത് പറയുന്ന ബാല്യക്കാർ, അവർ ഈ പാപത്തെ ജയിക്കുവാനുള്ളൊരു ശക്തി നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ പേരോട് ഞാൻ പറയട്ടെ, നിങ്ങളൊരു പക്ഷേ ഒരു പാപത്തിൻ്റെ നടുവിൽ കിടക്കുന്നുവെങ്കിൽ ദൈവത്തോട് പറയണം, പിതാവേ, എൻ്റെ മേലൊരു ദൈവിക ബലം നൽകണം. എന്തിന്? ഈ പാപത്തെ ജയിക്കുവാനുള്ള ബലം നമ്മുടെ അകത്ത് കിടപ്പുണ്ട്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കണം. തീർന്നില്ല. അടുത്തത് പറയുന്നത്, പിതാക്കന്മാരെ, നിങ്ങൾ ദൈവത്തെ അറിയുന്നത് കൊണ്ട്. നമ്മുടെ സഭയ്ക്കകത്ത്
പിതാക്കന്മാരുടെ ആവശ്യമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്: പിതാവേ, ദൈവത്തെ ശരിക്കും അറിയുന്നവർ ഇതിനകത്ത് നിന്ന് എഴുന്നേൽക്കണം. അത് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ സഭയ്ക്കകത്തൊരു ദൈവശക്തി വ്യാപരിക്കുന്നത്. എന്തിനാണ് ഈ പിതാക്കന്മാരെന്നറിയാമോ? അവർ താണിരിക്കുമ്പോൾ മറ്റുള്ളവരെ വളർത്തുവാൻ, അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ, ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ, വെറുതെ ഒരു സാക്ഷിയല്ല, അവരുടെ അനുഭവങ്ങൾ കൈമാറി കൊടുക്കുവാൻ. മറ്റൊരർത്ഥത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഫലം കായ്ക്കുവാൻ തുടങ്ങും. ഒരു ദൈവദാസനെ കൂടെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഡീട്രിക് ബോൺഹെഫർ എന്ന് പറഞ്ഞ ദൈവദാസൻ താൻ ജർമ്മനി നാസിസത്തിൻ്റെ അടിയിൽ പോയപ്പോൾ, ആ കാലഘട്ടത്തിൽ ഹിറ്റ്ലർ ജർമ്മനിയെ വളരെ പെർസിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ക്രിസ്ത്യൻ ചേർച്ചസിനെതിരെ എല്ലാം പ്രശ്നങ്ങളാണ്. ഈ മനുഷ്യനൊരു വലിയ തിയോളജിയനാണ്. ഈ മനുഷ്യന് തൻ്റെ ജോലി പ്രമാണിച്ച് താൻ അമേരിക്കയിൽ പോയി. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ബോണഫർ, നിന്നെ ദൈവമാണ് അവിടെ അയക്കുന്നത്. പക്ഷേ നമ്മൾ ആ ചരിത്രം വായിച്ചാൽ ബോണഫർ ആ ജോലി വിട്ട് തിരിച്ച് ജർമ്മനിയിൽ വന്നു. അനേകർ തൻ്റെ അടുത്ത് പറഞ്ഞു, നീ തിരിച്ചു വരരുത്. ബോണഫർ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഈ സമയത്ത് എൻ്റെ സഭയെ കൈവിട്ടാൽ ആർക്കും സഹായിക്കുവാൻ കഴിയത്തില്ല. മരണം ഉറപ്പാണ്. എന്ത് സംഭവിക്കുമെന്ന് ബോണഫറിന് ഉറപ്പായിട്ടും അറിയായിരുന്നു. പക്ഷെ ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരു മനുഷ്യന് ഒരു ഭയവുമില്ല. അവൻ്റെ ഹൃദയത്തിൽ എന്താണെന്നറിയാമോ? ദൈവം എന്നെ എന്തേൽപ്പിച്ചോ അതെനിക്ക് ചെയ്ത് തീർക്കണം. ഹല്ലേലൂയ. ബോണഫർ അവിടെ വരുമ്പോൾ ആ സഭയ്ക്കകത്തിരിക്കുന്നവർ അനേകരെ താൻ ആശ്വസിപ്പിച്ചു, ബലപ്പെടുത്തി. കുറേ കഴിഞ്ഞ് തന്നെ അവർ പ്രിസണിലോട്ട് മാറ്റി. അവിടെ തന്നെക്കുറിച്ച് പറയുന്നൊരു സാക്ഷിയുണ്ട്. താൻ അവിടെ ഉള്ള എല്ലാവർക്കും ക്രിസ്തുവിനെക്കുറിച്ച് താൻ പറയുവാൻ തുടങ്ങി. എല്ലാവർക്കും ഉറപ്പായിരുന്നു മരണമാണ്, അന്ത്യം വരികയാണെന്നൊക്കെ അറിയാമെങ്കിലും ബോൺഹെഫർ ഒരിക്കൽ പോലും പതർന്നു പോയില്ല. മറ്റൊരർത്ഥത്തിൽ ഒരു സോൾജർ ബോൺഹെഫറിനെ കുറിച്ച് പറയുന്നത്, താൻ ദൈവമില്ലെന്ന് പറയുന്ന മനുഷ്യനാണ്. പക്ഷെ ബോൺഹെഫറിൻ്റെ ജീവിതം കണ്ടിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ദൈവം നിശ്ചയമായിട്ടും ഉണ്ടായിരിക്കണം. കാരണം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലും ദൈവത്തെ കൈവിടാതെ ദൈവത്തോട് സംസാരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ വചനം പറഞ്ഞു നിർത്തുമ്പോൾ ഞാനും നിങ്ങളും ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. പിതാവേ, അങ്ങേ അനുഗമിക്കുവാൻ അങ്ങ് എനിക്ക് അവസരം തന്നു. പക്ഷേ ഈ ജീവിതയാത്രയിൽ അങ്ങേ അന്വേഷിക്കുവാൻ എൻ്റെ മേലൊരു കൃപ പകർന്നു തരണം. ദൈവമേ, ശരിക്കും അങ്ങേ ഒന്ന് അറിയുവാൻ എൻ്റെ ഈ ജീവിതം ഇവിടം തീരുമ്പോൾ എനിക്ക് പറയാൻ പറ്റേണ്ട ഒരു സാക്ഷി ഇതായിരിക്കണം: ഞാൻ എൻ്റെ വലിയവനായ ദൈവത്തെ അറിഞ്ഞു. അങ്ങനെ നമുക്ക് പറയുവാൻ കഴിഞ്ഞാൽ ദൈവവചനം ഇങ്ങനെ പറയുന്നു, അവൻ നമ്മളിൽ പ്രസാദിച്ചിരിക്കുന്നു. ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.